ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ നെയ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു പീസ് ഇഞ്ചി ചതച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ചെറിയുള്ളി ചതച്ചത്, ഒരു പീടി കറിവേപ്പില, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് നല്ല മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവ് നല്ല കളറൊക്കെ ഉള്ള മുളക് പൊടി വെച്ചാൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പീസ് കുടംപുളി നന്നായി കഴുകിയിട്ട് അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും വെള്ളം കൂടിയിട്ടാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തിരുമ്പിയെടുക്കുക വെച്ചാലും നല്ലത് തന്നെയാണ്. ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നന്നായി തിളച്ച് വരുന്ന വരെ ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ട് തന്നെയാണ് വെക്കണത്. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. 3 മിനിറ്റോളം നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 4 പുറം പിടിച്ചതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ടെടുത്ത പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ, എന്നിട്ടാണ് മീൻ ഇട്ട് കൊടുക്കണുള്ളൂ. മീൻ കറിയിലേക്ക് ഇടണമെങ്കിൽ മുന്നേ നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പൊക്കെ കുറവുണ്ട് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ചിട്ട് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. നമ്മുടെ മീനിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിൽ മുങ്ങാത്ത മീനിൻ്റെ പീസുകളൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഭാഗമൊന്നും മസാല പിടിക്കില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ മീനിൻ്റെ പീസുകളൊക്കെ വേവാറായി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചട്ടി 2 സൈഡും പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും കറിയുടേതൊന്നാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോവും, അതുകൊണ്ടാണ് ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോവുള്ളൂ. ഇനിയിപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊന്ന് ചട്ടി ചുറ്റിച്ച് കൊടുത്താൽ മതി. സ്പൂൺ വെച്ച് വല്ലാതെ ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിടുകയാണ്. ഇനി ഇതിലേക്കുള്ള വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 5 ചെറിയുള്ളി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാസ്റ്റ് ചെയ്യേണ്ട ചട്ടിയ കൊണ്ട് പെട്ടെന്ന് ഉള്ളിലൊക്കെ വാടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളിയും വേപ്പിലയും കൂടിയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈസിയായ നല്ല ടേസ്റ്റിയായ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മളൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ ഒന്ന് ചൂടാക്കിയെടുത്താൽ നല്ല പുതിയ മീൻകറി പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇതുപോലെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്